വാ ഇങ്ങോട്ട് ഇറങ്ങി വാ രണ്ടുപേരും ഇപ്പം ഞാൻ കാണിച്ചു തരാം. എവിടെ കൊണ്ടുപോകും അടി വെച്ചു? ആ എനിക്കറിയത്തില്ല എന്തോ കാണിക്കാം. അല്ലേ പായം കൂടി എടുത്തിട്ട് വാ. എന്നിട്ട് രണ്ടുപേരുടെ കൂടി ഇത് വിരിച്ച് ചെയ്യുന്ന അടുക്കോട്ട്. ഇപ്പൊ എന്തിനാ ഇവിടെ കൊണ്ടിട്ടേക്കുന്നു? ആ ഇനിയിപ്പോ ഭയങ്കര ചൂടല്ലേ, ഇനി വെളിയിലെങ്ങാനും കിടക്കാനായിരിക്കും. പായയുടെ മണ്ടയ്ക്കാന്നോ കസേര കൊണ്ടിട്ടേക്കുന്നേ? ഇതേ ഇരിക്കാനും കിടക്കാനും ഒന്നും അല്ല. പിന്നെ ഈ കസേരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. പറയാൻ എന്താണ്? ഇത് വെറും പ്ലാസ്റ്റിക് അല്ല, മറ്റേ ഫൈബർ കൂടെ ചേർന്നില്ലയോ. ഈ റോഡിലൊക്കെ ബംഗാളികൾ താഴെ അടിച്ചാലും കയറി ഇരുന്നാലും പൊട്ടത്തില്ലെന്നൊക്കെ പറയുന്നേ. അതൊന്നും അല്ല. പിന്നെ അമ്മ പറയാമോ ഇതിന്റെ പ്രത്യേകത എന്തുവാന്ന്? കസേരയുടെ പൈസ എല്ലാം അടച്ചു തീർന്ന് കാണും. രണ്ടുപേരിൽ നിന്ന് കഥകളി കാണിക്കണ്ട, ഞാൻ പറയാം. ആധാർ കാർഡ്, പാൻ കാർഡ്, റേഷൻ കാർഡ്, ആശുപത്രി ചീട്ട്, കപ്സറപ്പ്, അമ്മയുടെ പ്രഷറിൻ്റെ ഷുഗറിൻ്റെ ഗുളികകൾ, കണ്ണാടി, ചീപ്പ്, കൺമഷി, തലയിൽ വെക്കുന്ന ക്ലിപ്പ്, നഖം വെട്ടി, കത്രിക, മാല, വള, പെൻസിൽ, പേന, കട്ടർ, കളിപ്പാട്ടക്കാറുകൾ, റുബിക്സ് ക്യൂബ്, അമൃതാഞ്ജൻ, വിക്സ്, കോടാലി തൈലം, സ്പാനർ, സ്ക്രൂ ഡ്രൈവർ, ലൈറ്റർ, തീപ്പെട്ടി, ചില്ലറ പൈസ, കാലെടുത്ത സോക്സ്, മൊബൈൽ ചാർജർ, നോട്ടീസുകൾ, പഴയ ഫോൺ കവർ, ടി വിയുടെ റിമോട്ട് മുതലായ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു ലോക്കറാണ് ഈ കസേരക്കാല്. മാറിയാച്ചാ എന്റെ റൂബിക്സ് ക്യൂബ് ഒന്ന് എടുക്കട്ടെ. റൂബിക്സ് ക്യൂബോ എവിടെ വെച്ചേക്കുന്നത്? ഇവിടെ കൊണ്ടുപോടാ അതിന്റെ. ഇങ്ങോട്ട് മാറിയ ചേട്ടാ, എന്റെ ചീപ്പ് എടുക്ക. ഇങ്ങനെ മാറിയേ തല കേട്ടെ, ചീപ്പ് എടുക്കട്ടെന്ന്. എവിടെയെങ്കിലും പോവാൻ നോക്കുമ്പോളാ ഇങ്ങോട്ട് നീങ്ങി ഇപ്പുറത്തോട്ട് നീങ്ങി. ഇത് വല്ലാത്ത കുഴപ്പമാണല്ലോ. ചീപ്പ് ഇരിക്കുന്ന എവിടെയെങ്കിലും പോവാൻ ഒരുങ്ങുമ്പോളാ. മോനെ ഇങ്ങോട്ട് മാറ്റി ആ റിമോട്ട് ഒന്ന് എടുക്കട്ടെ. ടി വി വെക്കാം. റിമോട്ട് അതിനകത്തുണ്ട്. ചേട്ടാ ഇത് വലിയൊരു നാശമായിട്ട് മാറിയല്ലേ. ഇനി ഈ സാധനങ്ങളൊക്കെ എവിടെ കൊണ്ട് ഡംപ് ചെയ്യണമെന്ന് എനിക്കൊന്ന് കാണണം. no.